ഇന്നെന്റെ രാവിലത്തെ പണികൾ നോക്കിയല്ലോ. രാവിലെ എനിക്കിപ്പോൾ തന്നെ കറി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ട്. ഫ്രിഡ്ജിലിരുന്ന മുള പട്ടിയ മുളക് അങ്ങോട്ട് ഫസ്റ്റ് തന്നെ ഒലത്തി വെച്ചു. പിന്നെ ഇതേ കുറച്ച് മോര് കാച്ചിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ തൈര് മാത്രം ഒഴിച്ച് കാച്ചില്ലേ, അങ്ങനെ കാച്ചിട്ട് ഇതേ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് സിങ്കി കൊണ്ടുവന്നിട്ടു കേട്ടോ. പിന്നെ അതേ ബിബിക്ക് ചോറാക്കാണ്, കാരണം ബിബിക്ക് വെളുപ്പിന് തന്നെ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ മോരും ആ ചെറുപയറും ഒലുത്തും കേട്ടോ വച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ പിന്നെ ഞാൻ ഇതേ അപ്പത്തിന് കറി ഉണ്ടാക്കാൻ കേട്ടോ. ഇച്ചിരി മുളച്ച ചെറുപയറും ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. അതുകൊണ്ട് ഞാൻ നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നല്ല വിശപ്പും തുടങ്ങി, പിന്നെ ഒരു ഉറക്കക്ഷീണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയതുകൊണ്ട് നല്ല സ്ട്രോങ് ചായ 2 അങ്ങനെ ഉണ്ടാക്കി ബിബിക്കും കൊടുക്കാൻ വേണ്ടി ഞാനും കുടിച്ചു. അതൊക്കെ കഴിഞ്ഞുകൊണ്ട് നോക്കിയപ്പോഴത്തേക്കും ഈ വെന്ത ഉണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ. അതിനകത്തായിട്ട് ഞാൻ ഈ പാൽ തന്നെയായിട്ട് ഒഴിച്ചു കൊടുക്കണത്. കുറച്ച് ഒഴിക്കുള്ളൂ, ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചത്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ചീസ് ഇട്ടു, കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, ഒരു തിക്നെസ്സും ഉണ്ടാവും ചീസ് ഇട്ടതിന്റെ. പിന്നെ അപ്പം ചൂടാട്ടോ. അപ്പത്തിന്റെ കൂടെ കഴിക്കാനാണ് ഞാൻ ഈ കുറുമക്കറി ഉണ്ടാക്കിയത്. അപ്പോഴും ചൂടാൻ വെച്ചുകൊണ്ട് ഞാൻ ത്രിലോകിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ബോക്സും ലഞ്ച് ബോക്സും ഒരുക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ദേ കുറുമാക്കറിയും വെച്ചു കൊടുത്തു. അതിന്റെ കൂടെ ദേ 2 അപ്പാട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത്. ചെറിയ അപ്പാണ്, 2 വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേ ലഞ്ച് ബോക്സ് ആക്കാൻ പോവാട്ടോ. ലഞ്ച് ബോക്സിൽ ചോറും മുട്ട പൊരിച്ചതും ആക്കാന്നായിട്ട് വിചാരിച്ച്. പിന്നെ ഞാൻ നോക്കിയപ്പോ കുറുമാക്കറിയുടെ ക്യാരറ്റും കുറച്ച് പയറോണിയും കൂടി ആക്കി. അപ്പൊ ഇന്നത്തെ ഗൈസ് ബൈ.